എന്താ അവസ്ഥ അല്ലേ? കഷ്ടപ്പെട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് ഇരുന്നാടൊന്നും തിന്നാൻ പറ്റില്ല, നാടന്ന് പോയി തിന്നണം. അപ്പൊ ഇതെല്ലാം കവർ ചെയ്തെത്തുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും. തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും ഓണാശംസകൾ. അപ്പൊ ചെറിയൊരു തുണ്ട് വാഴയിലയിൽ നിന്ന് തുടങ്ങിയ സദ്യ നമ്മൾ ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് വലിയ രീതിയിൽ ഒരു 200 കൂട്ടോട് കൂടെ ഒരു അടിപൊളി വലിയ തന്നെ ഓണസദ്യ അങ്ങോട്ട് നിരത്താൻ പോകും. അതെ, അപ്പൊ നമുക്ക് വിളമ്പ് തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. കഴുകി തുടച്ച വാഴയിലെ ആദ്യ ഐറ്റം ഉപ്പ്, പരിപ്പ്, നെയ്യ്, ഇഞ്ചിപ്പുളി, മിക്സഡ് അച്ചാർ, ബീട്രൂട്ട് പച്ചടി, വെണ്ടക്ക പച്ചടി, പടവലങ്ങ ഉപ്പേരി, കോളിഫ്ലവർ ഫ്രൈ, പയർ വാഴക്ക ഉപ്പേരി, കൈപ്പയ്ക്ക ഉരുളക്കിഴങ്ങ് ഉപ്പേരി, വാഴപ്പൂ പരിപ്പ് തോരൻ, കൂട്ടുകറി, ക്യാപ്സിക്കം പച്ചടി, മത്തൻ കുരുമുളക് വരട്ട്, ചേന കൊണ്ടുണ്ടാക്കിയ ചില്ലി, ചീനിമുളക്, കപ്പ ഉപ്പേരി, പപ്പാളി മസാല, കോളിഫ്ലവർ ചില്ലി, കപ്പ കുരുമുളക് വരട്ട്, കോവയ്ക്ക ഫ്രൈ, മുരിങ്ങക്കായ് മത്തൻ ഉപ്പേരി, കത്രിക്ക കിഴങ്ങ് മസാല, വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഉപ്പേരി, മത്തൻ പടവലങ്ങ ഉപ്പേരി, വെണ്ടയ്ക്ക ഉപ്പേരി, മാമ്പഴ പുളിശ്ശേരി, വാഴക്ക ചില്ലി, ക്യാപ്സിക്കം ഉപ്പേരി, കൊത്തവര പരിപ്പ്. ഇപ്പോൾ പച്ച മത്തൻ കൊണ്ടൊരു വെറൈറ്റി, കത്തിരിക്ക ചില്ലി, ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, അപ്പോൾ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു വെറൈറ്റി, ക്യാപ്സിക്കം പെപ്പർ ഫ്രൈ ചെയ്താണ്, കുമ്പളങ്ങ പച്ചടി, ബീൻസ് പടവലങ്ങ കൊണ്ടൊരു വെറൈറ്റി, സോയാബീനും പയർ കൊണ്ടൊരു സ്പെഷ്യൽ വെറൈറ്റി, മത്തൻ ഓലൻ, കത്തിരിക്ക മെഴുക്ക് വരട്ടി, അപ്പം മുരിങ്ങയില കൊണ്ടൊരു ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി, കൈപ്പയ്ക്ക പരിപ്പ് തോരൻ, വാഴയ്ക്ക കൊത്തവര ഉപ്പേരി, നാടൻ പച്ചച്ചീര, ഉരുളക്കിഴങ്ങ് ചില്ലി, കത്തിരിക്ക ഫ്രൈ, പയർ കൊണ്ടൊരു സ്പെഷ്യൽ വിഭവമാണ്, തക്കാളി പച്ചടി, വെള്ളരിക്കയും ക്യാരറ്റും കൊണ്ടുള്ളൊരു സ്പെഷ്യൽ, പരിപ്പും വെള്ളരിക്കയും കൊണ്ട് ഒരു സ്പെഷ്യൽ, കൊത്തവര ക്യാരറ്റ് പൊരിയൽ, പയറുപ്പേരി, മത്തൻ ഫ്രൈ, ബീൻസ് പച്ചടി, കോളിഫ്ലവർ സോയാബീൻ മസാല, പാവയ്ക്ക ബീൻസ് ഉപ്പേരി, ചേന വെണ്ടയ്ക്ക ഉപ്പേരി, കോളിഫ്ലവർ മസാല, ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൊണ്ടൊരു ഉപ്പേരി. അപ്പം കടപ്പിലാവ് ചക്കയും മത്തനും കൊണ്ടൊരു വിഭവം, പടവലങ്ങ കോസ് ഉപ്പേരി, ബീൻസ് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു വിഭവം, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, കടപ്പിലാവ് ചക്ക ഉപ്പേരി, കോവയ്ക്ക മസാല. അപ്പോൾ ഇല കഴുകിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. പക്ഷേ ഒരുപാട് പേര് വീഡിയോയിൽ ചിലപ്പോൾ കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്, ഇലയൊക്കെ നന്നായി തുടച്ചിട്ട് വിളമ്പിക്കൂടെ എന്നൊക്കെ.
പക്ഷെ മഴയത്ത് തന്നെയാണ് ഞങ്ങൾ ഇത്ര നേരം ചെയ്തത്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ നമ്മൾ തടുത്ത് നിർത്തി. പക്ഷെ എന്നാലും ഒരു 70 കറി നമ്മളിപ്പോൾ വിളമ്പിയിട്ടുണ്ട്. നല്ല പോലെയുള്ള മഴ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറുതായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് വിളമ്പിയിട്ട് 200 കറി നമ്മൾ കാണിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും 200 കറി നമ്മളെല്ലാം ഇനി വിളമ്പിയ ശേഷം ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പം മത്തൻ്റെ ഇലയാണിത്. ഇത് പ്രഷർ ചീര. അപ്പോൾ ഇല ഇത് പോരാ, നമ്മുടെ ഈ ടേബിൾ ഫുള്ളായിട്ടുണ്ട് അല്ലേ? നമ്മുടെ വലുതാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതാക്കിയിട്ട് നമുക്ക് ഇനിയും സാധനങ്ങൾ ഇനി ഇടാണ്. അപ്പം അങ്ങനെ അവസാനമല്ല നമ്മൾ അങ്ങനെ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറേ മധുരങ്ങളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ അച്ചാറുകൾ, ഇതൊക്കെ അറിയാൻ പഴം ഒക്കെ എടുത്ത് അടിച്ചിട്ട് ഇതൊന്നുമില്ല, കമ്മിയാണ്. മഴ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, കാരണം ഭയങ്കര തണുത്തല്ല ഇത്. അപ്പോൾ നമ്മുടെ 200 കൂട്ട് ഓണസദ്യ റെഡിയായി ഫ്രണ്ടിൽ നമ്മുടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ സുഖല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടേസ്റ്റിംഗ് ഇല്ലേ നമ്മുടെ ഫുഡ് ഫോർ പീപ്പിളിന്റെ ചാനലില് ചെറുത്തതില് കൂട്ടൊക്കെ ആയിട്ട് അല്ലേ? തുടങ്ങല്ലേ? അപ്പൊ സദ്യന്റെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പരിപ്പ് തൊട്ട് തുടങ്ങാം. ശരിയല്ലേ? എടുത്തോ. പരിപ്പ് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിന് മാത്രം. നോക്കിയിട്ട് തുടങ്ങാം അല്ലേ? പരിപ്പ് വേണം നോക്കിയിട്ട് തുടങ്ങാം. ആ പരിപ്പ് അവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്തെത്തുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും. തുടങ്ങല്ലേ? എന്നാ തുടങ്ങാം. പരിപ്പ് അപ്പുറത്തുകൂടെ ഇറങ്ങി വരേണ്ടി വരും. കുറച്ച് പരിപ്പ് എടുക്കാം എല്ലാവർക്കും. ആ ശൈലെത്തി, പരിപ്പ് എടുത്ത് ശൈലെത്തി കുറച്ചെങ്കിൽ എന്താ സുഖമല്ല? പരിപ്പും സാമ്പാറും. ഇത്ര നേരം മഴയത്ത് തന്നെ ഒരു ക്ഷീണമുണ്ട്. നമ്മളിപ്പോൾ തീർക്കാം അല്ലേ? ഷെലിന്റെ ഫേവറേറ്റ് ഏതാണ് ഇതില്? എൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. പറ്റില്ല എൻ്റെ ഫേവറേറ്റ്. സോലിക്കാൻ്റെ ഏതാണ് ഫേവറേറ്റ്? അതിന്റെ സാധാരണ ഓണസദ്യയിൽ ഇല്ലാത്തതാണ് എന്റെ ഫേവറേറ്റ്, സോയാബീൻ. എനിക്ക് ഉപ്പേരി ഒക്കെ. ഉപ്പേരി ഒക്കെ കഴിക്കട്ടാ. കുറച്ച് അവിയലിടേ. ടേസ്റ്റ് നോക്കാൻ എത്തുണ്ടൊക്കെ ആദ്യം തീർക്കാം, എത്താത്തതൊക്കെ നമുക്ക് പിന്നെ. ഇഞ്ചിപ്പുളി എൻ്റെ ഫേവറേറ്റ് സാധനം. എന്താ അവസ്ഥ അല്ലേ? കഷ്ടപ്പെട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് ഇരുന്നാടൊന്നും തിന്നാൻ പറ്റില്ല, നാടാന്ന് പോയി തിന്നണം. ചോറെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ? അച്ചാർ എടുക്ക് സോടാ. അച്ചാറാ? അച്ചാർ അവിടെയാണ്. നീ പോയി എടുത്തിട്ടോ. കണ്ണി മാങ്ങ എനിക്ക് അവിടെ സെൻറ്ററിൽ ഇരുന്ന് രണ്ടുപേരും കൂടെ എടുത്തു തരുമല്ലോ എനിക്ക്. നമുക്ക് ഇതെടുക്കാം, ശർക്കര. അപ്പോൾ ഈ കഴിക്കണ തിരക്കിൽ നമ്മളൊരു കാര്യം മറന്നുപോയി. ശരിക്കും ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പറയാൻ വേണ്ടി ഇരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്ങനെ ഇത്ര പേര് ഇത്രയും സദ്യക്കുള്ള ഇത്രയും വകകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ഓർഡർ കൊടുത്തതാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഓർഡർ ഒന്നും കൊടുത്തതല്ല, ഒക്കെ ഞങ്ങളുടെ ഉമ്മമാരും അമ്മായിയും കൂടെ ഞങ്ങളും കൂടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ എല്ലാ ഐറ്റവും. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സും ഉണ്ട്, ഞങ്ങളെ സഹായിക്കുക. അതുപോലെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അല്ലാതെ ഓർഡർ കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല.
സഹായത്തിന് അങ്ങനെ ഒന്നുമില്ല. ഒക്കെ ഹോം മെയ്ഡാണ്. ഒക്കെ ഹോം മെയ്ഡാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ കറി. പൈനാപ്പിൾ അവിടെ ശൈലി സദ്യ വെക്കുന്നതിന് മുന്നോട്ട് പറയണം പൈനാപ്പിൾ കറി. സംഭവം കാണണില്ല എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. അത്രയും സാധനങ്ങളായതുകൊണ്ട് എല്ലാം കൊണ്ട് മിക്സ് ആക്കാം. അങ്ങനെ കുറച്ച് ബീട്രൂട്ട്, കുറച്ച് കൂട്ടുകറി എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു ഇത്. പോരണ്ടല്ലേ എരിശ്ശേരി, പുളിശ്ശേരി, കാളൻ, അങ്ങനെ കുറേ ഈ ഐറ്റം വെച്ച് 10 ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഓരോ വെജിറ്റബിൾ വെച്ച് നമ്മളൊരു 5 ഐറ്റം മിനിമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് 200 ആയിക്കുന്നത്. നിങ്ങൾ ഇനി 200 എങ്ങനെ ആയി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആരും. സിമ്പിളാണ്. അതെ, കോമ്പിനേഷൻ ഓരോന്നും ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഐറ്റം ഉണ്ടാക്കിയെടുത്തത്. ഇതെന്താ? കോളിഫ്ലവർ ചില്ലി. അയ്യേ, ഗോബി മഞ്ചൂരിയൻ. അറിയുന്നില്ല എല്ലാം ഒക്കെ ചോന്നായിട്ട്. ഇതാണ് ചില്ലി. അതും കോളിഫ്ലവർ മഞ്ചൂരിയൻ വരെ ഉണ്ടല്ലേ? ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടേ ഇപ്പൊ സാമ്പാർ കൂട്ടി കഴിച്ചു. ഇനി അടുത്ത് രസം. അതെ, എന്നാ ശരി, കൊഞ്ചം കൊണ്ട്. ഓക്കെ, നല്ല രസമുണ്ട്. അടിപൊളി കേട്ടാ, നന്നായിട്ടുണ്ട്. ഇത് മൊത്തം ഇപ്പൊ തീരുമോ? ഏയ് തോന്നുന്നു കുറച്ച് സമയം എടുക്കും, പക്ഷേ തീർക്കും. മത്തൻ ഫ്രൈ. അപ്പോൾ ഇത് വെറൈറ്റി വന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് മത്തന്നെ എടുത്തിട്ട് നല്ല മധുരമുള്ള മത്തൻ എടുത്ത് ഫ്രൈ ചെയ്തത്. മധുരം ഉണ്ടാവും. ഇത് നമ്മുടെ ചാനലല്ലേ? ചാനൽ പെപ്പർ ഫ്രൈ കേട്ടോ. സാധനം കണ്ടാൽ മനസ്സിലാവില്ല, സംഭവം ഉഷാർ സാധനം. നമ്മുടെ സോയാബീൻ പെപ്പർ ഫ്രൈ. നമ്മൾ പെപ്പർ തന്നെ ഏകദേശം ഒരു 19 ഐറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? ഒരു 25 ഉണ്ടാവും. 30. അപ്പോൾ പെട്ടെന്ന് മഴ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം വിളമ്പി. അപ്പോൾ നമ്മൾ വിളമ്പിൻ്റെ ഇടയിൽ ചീര നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ട്. കാരണം 6 വ്യത്യസ്തമായ ചീരകളുണ്ട്. ഇതൊന്ന് എന്താണ്, കോവക്കയില, മുരിങ്ങയില, ഇത് പ്രഷർ ഇല. ഇതെന്താണ്? പയർ, നാടനല്ലേ? ഇത് നാടൻ ചീര. ഇത് സാധാ. അത് വന്നിട്ട് മത്തൻ്റെ ഇല. ഇത് വന്നിട്ട് പയറിൻ്റെ ഇല. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ 6 അതിലുള്ള നേരമുള്ളത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, നമ്മൾ ടേസ്റ്റ് മറന്നിട്ടാ. അത് എല്ലാവർക്ക് വെറൈറ്റി സാധനമാണത്. അപ്പോൾ അതെനിക്ക് വന്നില്ല, എന്നാലും വന്നു. മാമ്പഴ പുളിശ്ശേരി ചോറിലിങ്ങനെ കൂട്ടിയിട്ട് അടിപൊളി കേട്ടാ. പുളിശ്ശേരി സെറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സദ്യ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പായസം, ഗോതമ്പ് പായസം. നമ്മളൊരു ഫേവറേറ്റ് സംഭവം. വിളമ്പുമ്പോഴേ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഗോതമ്പ് പായസം കഴിക്കാനുള്ള പ്രത്യേക രീതി എന്താ വെച്ചാൽ, നമ്മൾ പപ്പടം കുറച്ച് സൈലൻ്റ് ആയിപ്പോയി. അതാണ് ഇപ്പോൾ വേറെ കോള ചെയ്തത്. പപ്പടം സൈലൻ്റ് ആയിപ്പോയി. സൈലൻ്റ് ആയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മച്ചാനോട് തൊലിച്ചെടുക്കുക. ഇതിൽ വെച്ചിട്ട് ഇതങ്ങനെ ആക്കിയിട്ട് നല്ല മെല്ലെ തിന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പപ്പടം പൊടിഞ്ഞ സൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരിക്കും അങ്ങനെ. പായസം കഴിഞ്ഞു. അടിപൊളി കേട്ടോ. ഇത് കഴിക്കണം, ഇങ്ങനെ വേണം കഴിക്കുമ്പോൾ. സദ്യൻ്റെ ഒരു അവസാനം പറയും ഇങ്ങനെയല്ലേ, പായസമൊക്കെ ചേർത്തിട്ട് കുറച്ച് ഇതിട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വലിയ ഗ്രാൻഡ് സദ്യക്ക് ഏറ്റവും വലിയ നന്ദി പറയുന്നത് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെയാണ്. അവർ സഹായിച്ചതുകൊണ്ടാണ് ഇത്ര വലിയൊരു സെറ്റപ്പ് നമുക്ക് ഇന്ന് ഇവിടെ ഒരുക്കാൻ പറ്റിയത്. അതെ, മാത്രമല്ല അപ്പോൾ ഈ ഓരോ കറിനെ കുറിച്ച് നമുക്ക് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള സമയമില്ല. പിന്നെ ഇരുട്ടായി. ഞങ്ങൾ രാവിലെ വന്ന് ഇപ്പോൾ മഴ ഒക്കെ വന്ന് ആകെ പ്രശ്നം. അടുത്ത മഴയ്ക്കുള്ള സമയമാണ്, അതാണ് നമ്മൾ വേഗം പോട്ടെ. അതെ, അപ്പോൾ ഇനി ബാക്കിയുള്ള റെസിപ്പീസും ഇതൊക്കെ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ കഴിക്കുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലൊരു കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, നീ പഴം കുഴച്ചത് ശരിയായില്ല. അതാണ് അങ്ങനെതാ ഇങ്ങനെ കുഴച്ചെടുത്ത്. അപ്പൊ അങ്ങനെ നമ്മുടെ 200 വകയായിട്ട് ഇട്ട് വെച്ചതാ സദ്യ സെറ്റായിട്ടുണ്ട്. ചോറും കൂടെ വിളമ്പിട്ട് അങ്ങനെ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിടിച്ച ഒരു പിടി, ഒരു സൂപ്പർ സംഗതി, ഒരു കുഴപ്പിടി എല്ലാം ഉപ്പേരി ഒക്കെ ഉണ്ട്. കഴിഞ്ഞിട്ടാണ് ചായയും പടയും. പൊളിക്കണം ഗൈസ്, ചരിത്രത്തിൽ ആദ്യമായി ഒരു ചരിത്രം സൃഷ്ടിക്കാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് ഒരു അടിപൊളി 200 കൂട്ട് സദ്യ മഴയത്ത് ചരിത്രത്തിൽ ആദ്യമായി. സംഭവം മഴയും ഉണ്ട്, വെയിലും ഉണ്ട്, എല്ലാം ഉണ്ട്.